പട്ടിക്ക് അതിന്റെ വാല് കൊണ്ട് നാണം മറിക്കാനാവില്ല. വലിയവനാകാം എന്ന് കരുതി ഞാൻ ചെറിയവനാകണമെന്നില്ല. ഒരാൾ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ കൈവെക്കണം, നിന്നെ ഞാൻ കരയിക്കും. കോഴി കറുപ്പാണെന്ന് കരുതി അതിരുന്ന് മുട്ട കറുപ്പാണെന്നില്ല. ഇന്ന് ഒരു ശ്വാസം പോകുന്നു, അന്ന് വരെ ഞാൻ ജീവിക്കും. എന്നാൽ അച്ഛനെ എടാ എന്ന് വിളിക്കുന്നതിന്റെ ഷോർട്ട് ഫോം ആണ്. ഡി എന്നാൽ അമ്മയെ എടി എന്ന് വിളിക്കുന്നതിന്റെ ഷോർട്ട് ഫോം ആണ്. ഡാഡി എന്ന് പറഞ്ഞാൽ അച്ഛനെയും അമ്മയെ ഒരുപോലെ വിളിക്കുന്ന ഒരു പദപ്രയോഗമാണ്. അങ്ങോട്ട് മാറിയില്ല. അയ്യോ സാർ, ഞാൻ അത്യാവശ്യം തിയേറ്ററിൽ ഇറക്കുന്ന പോവുകയാണ്. ആരാണ് ഇത്ര സീരിയസ് ആയി ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നത്? ഓപ്പറേഷൻ തിയേറ്ററിലേക്കല്ല സാർ, സിനിമ തിയേറ്ററിലേക്കാ. അത്യാവശ്യമായി ഹോസ്പിറ്റലിൽ പോകുന്നു, അത്യാവശ്യമായി വീട്ടിൽ പോകുന്നു, അത്യാവശ്യമായി കക്കൂസിൽ പോകുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതാദ്യമായി ഒരുത്തൻ തിയേറ്ററിൽ പോകുന്നു എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ പേര്? ജോൺ. എന്ത്? ഫോണോ? ഫോണല്ല സാർ, ജോൺ. എന്താണ് അതിന്റെ മുഖത്തൊരു കള്ളലക്ഷണം? അതെനിക്ക് പാരമ്പര്യമായി കിട്ടിയതാണ് സാർ. താമര ചേട്ടനെ കാണിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും അതിലുണ്ട്. സ്വന്തം വരുമുഖാണെന്നുള്ള കാര്യം പോട്ടെ, ഒരു പെൺകുട്ടി എന്ന് ചേർക്കാൻ ശ്രമിക്കുന്നത്. ശ്രമിക്കുമടാ, അവളുടെ കല്യാണം മുടക്കാൻ ശ്രമിക്കുമടാ. അവളും നീയും കാരണം എനിക്ക് നല്ലൊരു ബിസിനസ്സാണ് നഷ്ടപ്പെട്ടത്. നമുക്ക് വീണ്ടും കാണാം. രാഷ്ട്രീയം നല്ലതാണ്, പക്ഷെ നിന്നെ പോലെ തെറ്റുകൾ ചമക്കുന്ന കഴുതയ്ക്ക് അതിന്റെ ഭാരമേ അറിയൂ, മറിച്ച് അതിന്റെ സുഗന്ധം അറിയില്ല. വീണ്ടും കാണാമെന്നല്ല, കണ്ടിരിക്കുന്നു എന്ന് പറ. ചന്ദനത്തടി ചമക്കുന്ന കഴുതയ്ക്ക് അതിന്റെ കനമേ അറിയൂ, മറിച്ച് ചന്ദ്രത്തടി ചുമക്കുന്ന കഴുതയ്ക്ക് അതിന്റെ ഭാരമേ അറിയൂ, അതിന്റെ സുഖം അറിയൂല, ഒന്നും അറിയൂല. കോപം പറഞ്ഞുകൂടാ. എന്റെ മൂക്കിൽ കൂടെ പശുവിന്റെ പാല് കുടിക്കണമെങ്കിൽ. അയ്യോ സാർ, ഞാൻ തിയേറ്റർ അത്യാവശ്യമായി വീട്ടിൽ, അത്യാവശ്യമായി ഹോസ്പിറ്റലിൽ പോകുന്നു, അത്യാവശ്യമായി കക്കൂസ്